പല പ്രഭാഷണങ്ങളിലും എഴുത്തുകളിലും പലപ്പോഴും നമ്മൾ ഈ പ്രവാസികളെ കുറിച്ചിട്ട് പ്രയാസികൾ എന്ന് പറയുന്ന വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോഴേ ഒരു നീരസം തോന്നാറുണ്ട് എനിക്കൊക്കെ കേട്ടോ. കാരണം പ്രവാസികൾ എങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരാന്ന് അവരോട് പറയുന്നത് അവരെ കുറക്കുന്നതിന് തുല്യമാണ്. മറിച്ച് ഞാൻ അവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രവാസികൾ എന്ന് പറഞ്ഞാൽ അഭിമാനമുള്ളവരാണ്, അല്ലെങ്കിൽ അവരാണ് ജീവിതം ആസ്വദിക്കുന്ന കൂട്ടർ. കാരണം എന്തെന്നറിയോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആർക്കാണോ ഞാൻ അധ്വാനിക്കുന്നത്, ഞാൻ ചെയ്യുന്നത് ഇതെന്തിനു വേണ്ടി എന്നറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാണ് ജീവിതം ആസ്വദിക്കുന്നവർ. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നറിയുന്ന ആൾക്കാർ അവർ ജീവിതം ആസ്വദിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തെ ഏറ്റവും സുന്ദരമായ ജീവിതം ആസ്വദിക്കുന്ന കൂട്ടർ പ്രവാസികളാണ്. അവരങ്ങ് വിദേശത്തിരുന്ന് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പണിയെടുക്കുമ്പോഴും, അതല്ല അങ്ങ് യൂറോപ്യൻ കൺട്രീസിൽ ആ തണുത്തുറഞ്ഞ് നിൽക്കുന്ന ആ സാഹചര്യത്തിലും, അങ്ങ് ആഫ്രിക്കയിലുള്ള കുറേ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളുണ്ട്, തീവ്രവാദികൾക്ക് നടുവിൽ ബോംബിനും അല്ലെങ്കിൽ വെടിക്കോപ്പുകൾക്ക് ചുറ്റും പണിയെടുക്കുന്നവർ. ഇവരൊക്കെ സത്യത്തിൽ പണിയെടുക്കുന്നത് ഈ രാജ്യത്തിൻ്റെ നന്മക്കാണ്, അവരുടെ കുടുംബത്തിൻ്റെ പുരോഗതിക്കാണ്, നമ്മളെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ പുരോഗതിക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്നറിയുന്ന കൂട്ടരായതുകൊണ്ട് പ്രവാസികളെ പ്രയാസികൾ എന്ന് പറയാതെ അവരെ കാണുമ്പോൾ അഭിമാനം കൊള്ളുന്ന ആൾക്കാരായിട്ട്, അവരാണ് ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പവിത്രതയെ സൂക്ഷിക്കുന്ന കൂട്ടരെന്ന് മനസ്സിലാക്കി അവരെ കാണുമ്പോൾ ഒരു സല്യൂട്ട് ചെയ്യാനുള്ള മനസ്സാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. നമ്മൾ ഇന്ത്യൻ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരെ കുറിച്ച് അവരെ കാണുമ്പോൾ നമ്മളൊക്കെ എഴുന്നേറ്റുന്ന സല്യൂട്ട് അടിക്കും. അവരൊരു സല്യൂട്ട് പോരാ, പറ്റുമെങ്കിൽ 2 കൈ കൊണ്ട് സല്യൂട്ട് അടിക്കണം എന്ന് പറയുന്ന ആളാണ് ഞാൻ. പക്ഷേ അതേ മനോഭാവം തന്നെയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയെ പരിരക്ഷിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ വിദേശ സുഹൃത്തുക്കളെ കാണുമ്പോൾ അതേ സ്നേഹവും അതേ ബഹുമാനവും നമുക്ക് അവരോട് തോന്നണം. ഒരിക്കലും പ്രവാസികൾ പ്രയാസികൾ എന്ന വാക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ പറയാതിരിക്കുക.